പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ജോർഡൻ മറയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ISL കളിച്ച ടീമുകൾക്കെല്ലാം വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമാണ് ജോർഡൻ മറൈ. കഴിഞ്ഞ സീസണിൽ ചെന്നൈ FC വേണ്ടി 21 മത്സരങ്ങൾ കളിച്ച താരം 5 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. താരം ചെന്നൈ FC ടീം വിട്ടതിന് ശേഷം താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ജംഷഡ്പൂർ FC ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജോർഡൻ മറയെ തിരികെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജംഷഡ്പൂർ FC. ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ISL 2021-22 സീസണിൽ ജംഷഡ്പൂർ FCക്ക് വേണ്ടി തന്നെയായിരുന്നു ജോർഡൻ മറൈ കളിച്ചിരുന്നത്. ആ ഒരു സീസണിൽ ജംഷഡ്പൂർ FCക്ക് വേണ്ടി 17 മത്സരങ്ങൾ കളിച്ച താരം 4 ഗോളുകളും സ്കോർ ചെയ്തിരുന്നു. ജംഷഡ്പൂർ FC ഇപ്പോൾ മികച്ചൊരു സൈനിങ് ആണ് നടത്തിയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിലെ ചില അപ്ഡേറ്റ്സുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിസ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ ടീമിലെ താരങ്ങളായിട്ടുള്ള അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ മിലോസും ക്യാമ്പിൽ ജോയിൻ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് മിലോസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. എന്നാൽ അഡ്രിയൻ ലൂണ ക്യാമ്പിൽ ഉള്ളതിന്റെ ചിത്രങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ലൂണയും ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെ മറ്റ് ISL ടീമുകളൊന്നും ഇതുവരെ പ്രീ സീസൺ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പ്രീ സീസൺ എല്ലാം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഡ്യൂറന്റ് കപ്പിൽ അത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്തേക്കും. അടുത്തൊരു വാർത്ത FC ഗോവയുടെ താരമായിട്ടുള്ള മുഹമ്മദ് യാസറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL 10ാം സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി വെറും 11 മത്സരങ്ങൾ മാത്രം കളിച്ച താരം 2 ഗോളുകളും 4 അസിസ്റ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു. തീർത്തും മിന്നും ഫോമിൽ തന്നെയായിരുന്നു യാസർ FC ഗോവയ്ക്ക് വേണ്ടി കളിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ മുഹമ്മദ് യാസറിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് FC ഗോവ. 2028 വരെയുള്ളൊരു കോൺട്രാക്റ്റിലാണ് മുഹമ്മദ് യാസറിന്റെ കോൺട്രാക്ട് FC ഗോവ പുതുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.